ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഉള്ളിത്തീയലാണ്. നമ്മുടെ പഴയ രീതിയിൽ തന്നെ വളരെ ടേസ്റ്റി ആയിട്ട് ഉള്ളൊരു റെസിപ്പിയാണ് കേട്ടോ ഞാൻ ഷെയർ ചെയ്യുന്നത്. എന്തായാലും ഇത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ആവശ്യമുള്ള ഇൻഗ്രീഡിയൻസ് ആണ് 2 പച്ചമുളക്, 1 വെളുത്തുള്ളി, ആവശ്യമായിട്ടുള്ള കറിവേപ്പില, അതുപോലെ തന്നെ ഒരു 10-25 ഉള്ളിയുണ്ട്. അത് ഞാൻ അരിഞ്ഞു വെച്ചിരിക്കുക, നീളത്തിൽ തന്നെ അരിയണേ. പിന്നെ ഒരു തേങ്ങ, അത് 1 മുറി തേങ്ങയാണ് കേട്ടോ ചിരണ്ടി വെച്ചിരിക്കുന്നത്. പിന്നെ നെല്ലിക്ക വലുപ്പത്തിലൊരു പുളി, പിന്നെ ആവശ്യമായിട്ടുള്ള കുരുമുളകും. ആ പുളിവെള്ളത്തിൽ ഞാൻ കുറച്ച് ശർക്കര ഒന്ന് ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമുക്കൊരു പാൻ അടുപ്പത്തേക്ക് വെക്കാം. അതിലാവശ്യമായിട്ടുള്ള വെളിച്ചെണ്ണ ഒഴിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഉള്ളി ശരിക്കും ഒരു മൊരിയാൻ ആവശ്യമായിട്ടുള്ള എണ്ണ നമുക്കിതിന് ആവശ്യമാണ്. എന്നിട്ട് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഉള്ളി അത് നമുക്ക് പാനിലേക്ക് ഇട്ട് കൊടുക്കാം. നന്നായിട്ട് അതൊന്ന് മൊരിഞ്ഞ് വരണേ, അതിലാണ് അതിൻ്റെ ഒരു ടേസ്റ്റ് ഇരിക്കുന്നത്. ഉള്ളി ആവശ്യത്തിന് നല്ല രീതിയിൽ മൊരിഞ്ഞ് കിട്ടണം. അപ്പോൾ നമ്മൾ ഈ വഴന്ന് വരുന്ന സമയത്ത് ആവശ്യമായിട്ടുള്ള എണ്ണ വേണമെങ്കിൽ ഒന്ന് ഒഴിച്ചു കൊടുക്കണേ. പിന്നെ നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചമുളക്, അത് നമുക്ക് ഈ ചെറുതായിട്ടൊന്ന് വാടി വരുന്ന സമയത്ത് ഈ ഉള്ളിലേക്ക് ഇട്ട് കൊടുക്കാം. അതിനൊപ്പം തന്നെ ഞാൻ കറിവേപ്പിലയും കൂടി ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഇത് രണ്ടും നമ്മുടെ ഉള്ളിയിലേക്ക് നന്നായിട്ട് മിക്സ് ആവണം. അതിൻ്റെ പച്ചമണമൊക്കെ മാറി വരുമ്പോഴേക്കും നമുക്ക് പുളിവെള്ളം ആഡ് ചെയ്യാം. ഇതിൽ നമ്മൾ ശർക്കരയും കൂടി ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. 1 നുള്ളു ശർക്കരയാണ്, നമുക്കൊരു മധുരത്തിന് വേണ്ടി. അതിനൊരു പ്രത്യേക ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങൾക്ക് മധുരം കൂടുതൽ മുന്നേ നിൽക്കണമെന്ന് ആഗ്രഹമുള്ളവർക്ക് കുറച്ചും കൂടി ആഡ് ചെയ്യാം. ഞാനൊരു ചെറിയൊരു പീസ് ശർക്കരയും കൂടിയാണ് കേട്ടോ ഇതിൽ ആഡ് ചെയ്തിരിക്കുന്നത്. എന്നിട്ട് നമുക്ക് ഇത് നേരെ ഈ ഉള്ളി മിക്സിലേക്ക് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഈ മിക്സ് ഉള്ളിയിൽ നന്നായിട്ട് യോജിച്ച് വരണം, അതുവരെ ഒന്ന് വഴറ്റി കൊടുക്കണേ. പിന്നെ നമുക്ക് നോക്കുമ്പോൾ കുറച്ച് ഉപ്പ് കുറവുണ്ടെങ്കിൽ അതൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാം. അതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്ത് വെച്ചിട്ട് നമുക്ക് വേറൊരു പാൻ അടുപ്പത്ത് വെക്കാം കേട്ടോ. എന്നിട്ട് ആവശ്യമായിട്ടുള്ള വെളിച്ചെണ്ണ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇത് നമുക്ക് തേങ്ങ വറുത്തരയ്ക്കുന്നതിനുള്ളൊരു മിക്സ് ഉണ്ടാക്കുന്നതിന് വേണ്ടിയാണേ. അപ്പോൾ ഇതൊരു 1 മുറി തേങ്ങ, അത് നമുക്ക് വെളിച്ചെണ്ണയിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമുക്ക് നന്നായിട്ടൊന്ന് സോട്ട് ചെയ്തെടുക്കാം. എന്നിട്ട് നമുക്കിതിലേക്ക് കുരുമുളകാണ് ചേർക്കുന്നത്. ഇത് നമുക്ക് എരിവിനനുസരിച്ച് ചേർക്കാം. ഞാനിവിടെ ഒരു 10-20 കുരുമുളക് എടുത്തിട്ടുണ്ട്. നിങ്ങളുടെ എരിവിനനുസരിച്ച് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതും കൂടി ആഡ് ചെയ്തിട്ട് നന്നായിട്ട് നമുക്ക് സോട്ട് ചെയ്യാം. അതിനുശേഷം ഒരു വെളുത്തുള്ളി, ഇപ്പോൾ നിങ്ങൾക്ക് വെളുത്തുള്ളിയുടെ ടേസ്റ്റ് കൂടുതൽ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ നമുക്ക് കൂടുതൽ ചേർക്കാം. എപ്പോഴും ഒരു മൈൽഡ് ഒരു വെളുത്തുള്ളിയുടെ ടേസ്റ്റാണ് കേട്ടോ കറിക്ക് ടേസ്റ്റ്. അപ്പോൾ ഞാൻ ആ ഒരു വെളുത്തുള്ളി മാത്രമേ ചേർക്കുന്നുള്ളൂ. പിന്നെ ആവശ്യമായിട്ടുള്ള കറിവേപ്പില എത്ര കൂടിയാലും ടേസ്റ്റ് ആയിരിക്കും കറിക്ക്. അപ്പോൾ അതിനുശേഷം നന്നായിട്ട് ഈ എണ്ണയിൽ കിടന്ന് ഫ്രൈ ആവണം ഈ തേങ്ങ. ഇത് കറക്റ്റ് ഒരു മൊരിവെന്ന് പറയുന്നത് ഈ ബ്രൗൺ കളറാണ്. 2 സ്പൂൺ മല്ലിപ്പൊടി, പിന്നെ 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് കേട്ടോ ഞാൻ ചേർക്കുന്നത്. അത് ഈ മിക്സിലേക്ക് ആഡ് ചെയ്ത് അതിനുശേഷം നന്നായിട്ട് ആ പാനിലേക്ക് ഇട്ടിട്ട് ഒന്ന് ചൂടാക്കിയെടുക്കാം. ഈ ചൂടാക്കിയ മിക്സ് ഒന്ന് ആ പച്ചമണമൊക്കെ മാറിക്കഴിയുമ്പോഴത്തേക്കും നന്നായിട്ട് തണുക്കുകയും വേണം. അതിനുശേഷം നമുക്ക് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തെടുക്കണം. നമുക്ക് ഈ മിക്സ് ഇത് ഫ്ലെയിം ഓൺ ചെയ്തതിന് ശേഷം ഈ പാനിലേക്ക് ഇട്ട് കൊടുക്കാം. കുറച്ച് ഗ്രേവിയും കൂടി ആവശ്യമുള്ളവർക്ക് എന്ന് വെച്ചാൽ എന്തായാലും കുറച്ച് വെള്ളം എന്തായാലും ഒഴിക്കണം. ഞാനൊരു 1/2 കപ്പ് ഓഫ് വാട്ടറാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. അത് നമുക്ക് നന്നായിട്ട് ഈ മിക്സിലേക്ക് ഒഴിച്ച് ഒരു നല്ലൊരു തിക്ക് ഗ്രേവി ആയിട്ട് എടുക്കണം. ഇനി കറിക്ക് ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കണം. ഒരു എണ്ണ തെളിഞ്ഞ് വരുന്നതാണ് ഇതിൻ്റെ പാകം. ഇപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു ഉള്ളിത്തീയലാണ് കേട്ടോ റെഡി ആയിട്ടിരിക്കുന്നത്. അപ്പോൾ മസ്റ്റ് ട്രൈ ആണ്. എല്ലാവരും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. വളരെ എളുപ്പത്തിൽ തന്നെ തയ്യാറാക്കാൻ പറ്റിയ ഒരു വിഭവമാണ്. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്.